ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ് അല്ലേ. ഈ ചൂടത്ത് നമുക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആയിട്ട് അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമ്മളിന്ന് അവിടേക്കാണ് പോകുന്നത്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലുള്ള സ്നോ ഫാൻറ്റസിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിതാ ഇവിടെ സ്നോ ഫാൻറ്റസിയിൽ എത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലുള്ള സ്നോ ഫാൻറ്റസിയാണ് കേട്ടോ ഇത്. എല്ലാവരും ചൂടെടുത്തിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. ഈ സ്നോ ഫാൻറ്റസി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഉണ്ട്, അനിയത്തിയും മക്കളും അതുപോലെ മൂത്തമ്മയുടെ മോളും മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിതാ അവിടേക്ക് ഇറങ്ങാണ് കേട്ടോ. നമ്മൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കുറച്ച് അടുത്തേക്കായിട്ടാണ് ഈ ഒരു സ്നോ ഫാൻറ്റസി വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവർ നമുക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇടാനുള്ള ഷൂ, ഷോക്സ്, ഗ്ലൗസ്, ജാക്കറ്റ് ഇതൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് അവരെടുത്ത് തരും. അങ്ങനെ മക്കളൊക്കെ അതൊക്കെ ഇടുകയാണ് കേട്ടോ. അവരൊക്കെ നല്ല ഹാപ്പിയിലാണ്. കാരണം നമ്മൾ ഐസും കട്ട അങ്ങനെ ഐസ് മലയിലേക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞ് മക്കൾ നല്ല ഹരാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ മോനാണേ. അങ്ങനെ നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മളിതാ സ്നോ ഫാൻറ്റസിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു സ്പോട്ടാണിത്. അങ്ങനെ ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ വേനൽക്കാലത്ത് ഫാമിലിയൊത്തും കുട്ടികളോടൊത്തും ഒക്കെ ഉല്ലസിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹൈലൈറ്റ് മോളിൻ്റെ ഉള്ളിലെ ഈ ഒരു സ്നോ ഫാൻറ്റസിയിൽ കയറുന്നത്. ഹൈലൈറ്റ് മോൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, എന്നാലും ഇവിടെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ഇതിനുള്ളിൽ തന്നെ കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ. മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി പാട്ടൊക്കെ ഇടും കേട്ടോ അവിടെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലൈറ്റിൻ്റെ ഒരു ഇതൊക്കെ മാറും. അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്യുക, അങ്ങനെ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. തണുപ്പ് പിന്നെ പറയും വേണ്ട, നല്ല അടിപൊളി തണുപ്പാണ്. നമ്മളെ ഗ്ലൗസൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്താൽ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ഊഞ്ഞാലകളൊക്കെ ഉണ്ട്, കുറേ ചെറിയ മക്കൾക്ക് പറ്റിയിട്ടുള്ള റൈഡുകളും, ചെറിയ മക്കൾ എന്നല്ല കേട്ടോ, നമുക്ക് മുതിർന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റൈഡുകളാണ്. അപ്പോൾ അതിലൊക്കെ കയറി ഒരു ഊഞ്ഞാലുണ്ട്, ടയർ വെച്ചിട്ടുള്ള അടിപൊളി സെറ്റപ്പാണ്. പിന്നെ അതുപോലെ ഇഗ്ലു ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ അനിയനാണ്, അവനിതാ മഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഐസ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ്. വീഡിയോ കുറച്ച് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞാനിന്ന് ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അനിയത്തിയുടെ മോനെയും കൊണ്ട് ഇഗ്ലൂൻ്റെ ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. അവിടെ നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള അത്രയും പാകത്ത് ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതാണ്. അവന് പേടിച്ച് പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈറ്റ്സ് ഇട്ടുതരും, അതുപോലെ അടിപൊളി പാട്ടൊക്കെ ഇട്ടുതരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡാൻസ് ചെയ്തതാണ്. പിന്നെ ഓവർ തണുപ്പാണ് സമയത്ത് നമുക്കവിടെ ചെറിയൊരു റെസ്റ്റ് റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതാണ്. കാരണം കൂടുതൽ തണുപ്പാകുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു കയറ് കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു തൂക്കുപാലം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമാണത്.
അങ്ങനെ ഏതായാലും ഞങ്ങളും മക്കളും ഇതാ വേനൽക്കാലത്ത് നല്ല ആസ്വദിച്ച് തണുപ്പൊക്കെ കൊണ്ട് നല്ലൊരു എന്താ പറയുക ഒരു പിന്നെ കാശ്മീരിൽ പോയ എഫക്റ്റോട് കൂടി തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ചൂടൊക്കെ എടുത്ത് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.